ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐക്യൂ നിയോ 3 എന്ന് പറയുന്ന ഡിവൈസാണ്. ഇതൊരു 5G ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.57 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 84% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ, ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ 198 ഗ്രാംസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. സോ മികച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 10 ബേസിലാണ് റൺ ചെയ്യുന്നത്. Iqoo UI 1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ ADRENO 650 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ GPU. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6GB 8GB 12GB റാം വേരിയൻസും 128GB ആൻഡ് 256GB ഇൻ്റേണൽ സ്റ്റോറേജ് വേരിയൻറ്റും ലഭിക്കുന്നുണ്ട്. UFS 3.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 48 മെഗാപിക്സലാണ് മെയിൻ സെൻസർ. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും പിന്നെ ഒരു LED ഫ്ലാഷും റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ 16 മെഗാപിക്സലാണ് വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേയുടെ അകത്ത് തന്നെ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏകദേശം 20 മിനിറ്റ്സിൽ തന്നെ 50% ചാർജ് ചെയ്യാൻ സാധിക്കും. USB Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബ്ലൂ, ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എന്നീ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ Iqoo Neo 3 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഓവറാൾ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB റാം ആൻഡ് 128GB ഇൻ്റേണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 29,000 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ June 26 ഇന്ത്യയിൽ ലോഞ്ചിങ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മറക്കാതെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.